ഇവിടെ വരുന്ന വഴിക്ക് ഒരു മീഡിയ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ടീച്ചർ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണോ ചർച്ചയാക്കുന്നത്? ഞാൻ പറഞ്ഞു, അതൊരു വല്ലാത്ത വിഷയമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആ വിഷയം മാത്രം ചർച്ചയാക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് പോലീസും കോടതിയും എല്ലാം കൂടി നിശ്ചയിക്കും. അതിൽ അഭിപ്രായമൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇത്ര വലിയ വൃത്തികേട് കാണിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികൾ എത്രയോ തവണ KPCCക്ക് പരാതി കൊടുത്തിട്ട് ആ പരാതി അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നത് LDFനല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, കോൺഗ്രസിനും UDFനും തന്നെയാണ്. കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ തകരാൻ തീർച്ചയായിട്ടും അത് കാരണമാവുകയാണ്. പെൺകുട്ടികൾ പരാതി കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെ പരാതി കൊടുക്കുക? എന്തൊരു ഭീഷണിയാണ് ആ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. സിനിമ ആക്ടറായിട്ടുള്ള റിനി ആൻ ജോർജ് കോൺഗ്രസ്സുകാരിയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാഹുലിൻ്റെ പെരുമാറ്റം വളരെ മോശമാണ്, അതിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ശാരീരിക ഉപദ്രവം തന്നെ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിന് ആ പെൺകുട്ടിക്ക് നേരെ എന്തോ ഒരാക്രമണമാണ് ഈ സൈബർ പട നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സൈബർ വിങ് ഉണ്ട്. വളരെ മോശമായ ഭാഷയിൽ ആരെയും തെറിവിളിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. വളരെ മോശമായ മോശമായ ഭാഷയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരും ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് അത്തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് മാത്രമല്ല, ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള നിരവധി നേതാക്കന്മാർക്കെതിരെ കേട്ടാലറക്കുന്ന ഭാഷയിൽ ആ സംഘം പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ലേശൊരു ഞെട്ടലുണ്ടായിട്ടുള്ളത്. അത്തരം ആളുകളെ കൊണ്ടാണ്, അത്തരം കാര്യങ്ങൾക്കെല്ലാം എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ തകർന്നു പോയത്. കേരളത്തിലും കോൺഗ്രസിൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. പരാതി പറയുന്ന പെൺകുട്ടികളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഇപ്പോൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചില പെൺകുട്ടികൾ പരാതി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുത്തു, അതുപോലെ തന്നെ KPCCയിലും വീണ്ടും കൊടുത്തു. അപ്പോഴാണ് ആ പരാതിയിൽ ചിലതിൽ കഴമ്പുണ്ടെന്ന് കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ മനസ്സിലായത്. തീർച്ചയായിട്ടും അതിൽ ഗൗരവതരമായ അന്വേഷണം നടക്കും. തെളിവുകൾ ശരിയാണെങ്കിൽ കോടതി ശിക്ഷിക്കും. അത് കോടതിയുടെ വിധി ജനങ്ങൾ അംഗീകരിക്കും. പക്ഷേ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഈ അമാന്തം അത് ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.